ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു അവിയൽ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അവിയൽ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പച്ചക്കറികളെല്ലാം തന്നെ ഒരേ ഷേപ്പിൽ നീളത്തിലാണ് സാധാരണ അവിയലിനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഞാൻ പറയാതെ തന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ വേവ് കൂടിയ പച്ചക്കറികളെല്ലാം ആദ്യം തന്നെ മൺചട്ടിയിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കുക. നാളികേരം തിരുമ്മിയതാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്, കുഞ്ഞ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജീരകം, കരിയപ്പല, അതെല്ലാം കൂടെ ഒന്ന് ചതച്ചൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒതുക്കിയതിന് ശേഷം കുക്കായ കഷ്ണങ്ങളിലോട്ടൊന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമ്മളൊന്ന് അടച്ച് വെച്ച് അരപ്പ് ചൂടായതിന് ശേഷം നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ച വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. കടുക് വേണമെങ്കിൽ താളിച്ചെടുക്കാം കേട്ടോ. പിന്നെ കരിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊന്ന് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത, അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് സ്പൂണിൻ്റെ അടിഭാഗം വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അവിയലിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.